ആദ്യം തന്നെ ചോദിക്കാനുള്ളത് വേടന്റെ മോനലോവയാണോ? അതെ. മോനലോവയേ മോഹലാവയേ എന്റെ നാളയേ പ്രേമലീലയേ മോനലോവയേ. വേടന്റെ മോനലോവയാണ് എന്ന് പറയുമ്പോ വേടന്റെ ഗേൾഫ്രണ്ട് ആണോ? അതെ. ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ ആയതിനു ശേഷമാണ് വേടൻ ആക്ച്വലി സ്റ്റേജിൽ ഇത് പാടുന്നത്. ഒരു സ്റ്റേജിൽ ആദ്യം പാടി, അതിനുശേഷമാണ് പിന്നെ സോങ് റിലീസ് ആവുന്നത്. ആ പാട്ട് ഓരോ സ്ഥലത്ത് കേൾക്കുമ്പോഴും എനിക്കൊരു ആങ്സൈറ്റിയാ, ഞാനാണല്ലോ അതിനകത്ത്. ആൾക്കാർ ഞാനാണെന്ന് അറിയാതെ ഇത് ഞാൻ പോയി നിൽക്കുന്ന ഫംഗ്ഷനിലൊക്കെ ഇടും. അപ്പോഴേക്കും എനിക്കൊരു പേടിയും വരും. ഇറങ്ങിയതും ഇല്ല, ആരടുത്തും പറയാനും പറ്റുന്നില്ല. അല്ലാത്തൊരവസ്ഥ. ഞാൻ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ മണ്ഡപത്തിൽ ഇട്ടേന്ന് പോലും എനിക്ക് ശരിക്കും അറിയില്ല. ഈ പാട്ട് എന്തിനാ മണ്ഡപത്തിൽ ഇട്ടേന്ന് എനിക്കറിയില്ല. മണ്ഡപത്തിൽ ഈ പാട്ടിട്ട് അപ്പോഴേ എന്റെ അമ്മയും ചേട്ടനൊക്കെ കൂടെ ഉണ്ട്, അടുത്ത ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ട്. അവരെല്ലാം എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ പയ്യെ അങ്ങ് സ്കൂട്ടായി. ആക്ച്വലി ഈ പാട്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് വരാറുണ്ടായിരുന്നു. ഈ പാട്ട് അനൗൺസ് ചെയ്ത് ഈ പാട്ട് ആക്ച്വലി ഓഡിയോ ഔട്ടായപ്പോ തന്നെ കുറെ പേരൊക്കെ എനിക്കിങ്ങനെ DM വരുന്നുണ്ടായിരുന്നു, വിദ്യ ആണോ വേടന്റെ ഗേൾഫ്രണ്ട് എന്ന്. വിദ്യനെ മെൻഷൻ ചെയ്ത് വന്ന മെയിൻ കമന്റ് എന്ന് പറഞ്ഞാൽ കുപ്പിത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ ആണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് പേഴ്സണലി അറിയാന്നുള്ളവര് എന്നെ എന്റെ അടുത്ത് എന്നാലും നീ പറഞ്ഞില്ല അങ്ങനെയൊക്കെ. ഫസ്റ്റ് നേരിട്ട് കാണുന്നത് അപ്പോഴാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു വേടന്റെ. അപ്പൊ അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കോളേജിൽ വെച്ചിട്ട്. അന്ന് എല്ലാരും പോലെ കുറച്ച് ദൂരെ നിന്ന് കണ്ടു എൻജോയ് ചെയ്തിട്ട് വീട്ടിൽ പോയി. ഓൾറെഡി വേടന്റെ ഫാൻ ആയിരുന്നു, അതായത് പാട്ടൊക്കെ ആ പാട്ടൊക്കെ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. വലിയ ഇഷ്ടമുള്ള പാട്ടൊക്കെ ആയിരുന്നു. പുള്ളി എന്നെ മുന്നേ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ. അപ്പം അങ്ങനെ എന്തോ ഒരു തവണയൊക്കെ മെസ്സേജ് ജസ്റ്റ് അയച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഒരു എനിക്ക് വലിയൊരു കമ്പനി അങ്ങനെ ഇല്ലായിരുന്നു. മെസ്സേജ് അയക്കാറുണ്ട്, അതായത് ടെസ്റ്റ് ചെയ്യാറുണ്ട്. മെസ്സേജ് ഒക്കെ വല്ലപ്പോഴൊക്കെ അയക്കും. പിന്നെ പുള്ളിയും പുള്ളിയുടെ കാര്യങ്ങളായിട്ട് തിരക്കാണ്. എല്ലാവർക്കും ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടല്ലോ. അഭിനയിക്കുന്ന ടൈമില് ഉള്ള വേടൻ എങ്ങനെയാ? ഇല്ല, എല്ലാരുടെ അടുത്തും ഭയങ്കര കൂളാണ്. അവിടെ കൊച്ചു കുട്ടികൾ വന്നാലും എല്ലാരുടെ അടുത്തും പോയി സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരു ഭയങ്കര മനസ്സ് കാണിക്കുന്ന ഒരാളാണ്. എപ്പോഴും നമുക്ക് അങ്ങനെ അവൈലബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്കാണെങ്കിലും ഒരു എപ്പോഴും ഓക്കെ ചെയ്തോണ്ടിരിക്കുന്നു, പുറത്തിറങ്ങണം, ഫോട്ടോ എടുക്കണം. അപ്പൊ എനിക്ക് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നി, അയ്യോ ഇതൊക്കെ ഭയങ്കര പാടല്ലേ എന്ന്. പക്ഷെ പുള്ളി രണ്ടും മാനേജ് ചെയ്യുന്നുണ്ട്. ഞാനതിനെ ചോദിക്കാൻ ചെയ്തു, ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു. അപ്പൊ പറഞ്ഞു വേടെന്ന് പറഞ്ഞ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെ ആണ്. അതെ. ആദ്യം തന്നെ ചോദിക്കാനുള്ളത് വേടന്റെ മോനലോവയാണോ? അതെ. കഥാപാത്രം ചെയ്തേക്കുന്നത് ഞാനാണ്. അതെ.